നമസ്കാരം. ചിൻ വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ വായിക്കുന്നത് 8Aയിലെ അനന്യായും. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വാർത്താവിനിമയ ഉപഗ്രഹം CMS-1 വിക്ഷേപിച്ചു. വ്യാഴം ശനി മഹാസംഗമം മാനത്ത് കണ്ടു. ONV സാഹിത്യ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക്. ബ്രിട്ടനിൽ കോവിഡിന്റെ പുതിയ വകഭേദം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം. വാർത്തകൾ വിശദമായി. PSLVയുടെ 52ാം ദൗത്യം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ 42ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹം CMS-1 വിജയകരമായി വിക്ഷേപിച്ചു. ഈ വർഷത്തെ ONV സാഹിത്യ പുരസ്കാരം പ്രമുഖ സാഹിത്യ നിരൂപകയായ ഡോക്ടർ എം ലീലാവതിക്ക്. മലയാള സാഹിത്യ നിരൂപണ രംഗത്തെ സർഗദീപ്തയായി ഈ വ്യക്തിത്വം വിമർശന സാഹിത്യ രംഗത്തെ ഏകാന്ത ശോഭയോടെ തിളങ്ങി നിൽക്കുന്ന സ്ത്രീ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്നു. 794 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴവും 2ാം സ്ഥാനമുള്ള ശനിയും ഭൂമിയുടെ നേർരേഖയിൽ ദൃശ്യമായി. ബ്രിട്ടനിൽ കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തി. ആദ്യ വൈറസിനേക്കാൾ 70% അധികം വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് പുതിയ വൈറസ്. ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കാനും ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്താനുമുള്ള ദിനമായി ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിച്ചു വരുന്നു. വിദ്യാലയ വാർത്തകൾ. ശ്രീ ശ്രീനിവാസ രാമാനുജന്റെ ജന്മവാർഷികം ഗണിതവാരമായി വിദ്യാലയ മാത്സ് ഡിപ്പാർട്ട്മെന്റ് ആഘോഷിച്ചു. അതിന്റെ ഭാഗമായി സോളിഡ് ഷേപ്സ്, പാറ്റേൺസ്, സിമ്മെട്രി, മാത്ത് ആർട്ട് മുതലായ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകി. അവർ ഈ പ്രവർത്തനങ്ങൾ അതിയായ ഉത്സാഹത്തോടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്ത് ആഘോഷത്തെ ഒരു വൻ വിജയമാക്കി മാറ്റി. കുട്ടികളിൽ വായനാഭിരുചി വളർത്തുവാനായി തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിൽ വെർച്വൽ ലൈബ്രറിക്ക് തുടക്കം കുറിച്ചു. കലാസംയോജനത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ ആർട്ട് ക്ലബ് വിദ്യാർത്ഥികൾ വർണ്ണക്കടലാസുകൾ കൊണ്ട് നക്ഷത്രം, ക്രിസ്മസ് മരം, ചിരാത് മുതലായവ നിർമ്മിച്ചു. തത്തമംഗലം ചിന്മയ വിദ്യാലയ തുറക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ക്ലാസ് മുറികളും സോഡിയം ഹൈപ്പോക്ലോറൈഡ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കി. ചിന്മയ യുവകേന്ദ്ര കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗീതാ ജയന്തിയും ദേശീയ യുവജന ദിവസവും പ്രമാണിച്ച് യുവാക്കളുടെ ഭഗവത്ഗീത പ്രഭാഷണം പരമ്പര നടത്തുന്നു. ഈ പ്രഭാഷണ പരമ്പരയിൽ തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളായ മേഘ പി, ഗായത്രി എസ് മേനോൻ ഡിസംബർ 26, ജനുവരി 6 എന്നീ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 917356922004 എന്ന നമ്പറിലോ 918891857002 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. പാലക്കാട് ചിന്മയ മിഷന്റെ കീഴിൽ നടത്തിവരുന്ന ഓൺലൈൻ ഗീതാ പാരായണ മത്സരത്തിലെ ഗ്രൂപ്പ് സിയുടെ മത്സരം ഡിസംബർ 25 നടത്തും. തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ 2021-2022 അധ്യയന വർഷങ്ങളിലേക്കുള്ള KG പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിദ്യാലയ ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 04923227749. ചിന്മയ ശിശുവാടികയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം 9ാം ക്ലാസ്സിലെ കിഫയുണ്ട്. കിഫ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാനിപ്പോൾ തത്തമംഗലം ചിന്മയ ശിശുവാടികയുടെ കവാടത്തിലാണ് നിൽക്കുന്നത്. വിദ്യാലയത്തിന്റെ പ്രവർത്തന മികവ് നമ്മളുമായി പങ്കുവെക്കാൻ 2 UKG വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നമ്മോടൊപ്പമുണ്ട്. അവർ പറയുന്നത് എന്തെന്ന് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് പരമേശ്വരൻ. എൻ്റെ മക്കളായ വർഷിണിയും അമർ സുബ്രഹ്മണ്യനും തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. മകൾ വർഷിണി 3ാം തരം Aയിലും അമർ സുബ്രഹ്മണ്യൻ മകൻ UKGയിലും പഠിക്കുന്നു. മികച്ച രീതിയിലുള്ള അധ്യാപന രീതിയാണ് കുട്ടികൾക്ക് ചിന്മയിൽ നിന്നും ലഭിക്കുന്നത്. കൂടാതെ എല്ലാ വിഷയങ്ങളിലും കുട്ടികളെ സമർത്ഥരാക്കുവാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഈ കൊറോണ എന്ന മഹാമാരി സമയത്ത് പോലും ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികൾ അവരുടെ പഠന മികവ് പുലർത്തുന്നത് തീർച്ചയായും അധ്യാപന മികവ് ഒന്നുകൊണ്ട് മാത്രമാണ്. അവർക്ക് സ്കൂൾ പോകാൻ പറ്റുന്നില്ലെങ്കിലും അവർക്ക് അധ്യാപകരുമായിട്ട് ആ ഒരു ആത്മബന്ധം, ആ സ്നേഹം, അതൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പോലും നമുക്കത്
മനസ്സിലാവുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ ഭാരതീയ സംസ്കാരങ്ങളെക്കുറിച്ച് പിന്നെ ഈ പ്രകൃതിയെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് അറിയാവുന്നവരുടെ ഓരോ പ്രവർത്തനങ്ങൾ അല്ലേ വളരെ നല്ല പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അവരെ. അതുകൊണ്ട് അവർക്ക് ഈ അതിനെക്കുറിച്ചുള്ള അറിവും ബോധമൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടാവുന്നു. പിന്നെ ഈ മാതാപിതാക്കളോടും പിന്നെ മുതിർന്നവരോടൊക്കെ ആ സ്നേഹം അതൊക്കെ ഈ അവരുടെ ഈ മാതൃപൂജ പിന്നെ ഈ ഗ്രാൻഡ് പാരൻസ് ഡേ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വീട്ടുകാരോടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. താങ്ക് യു. നമസ്കാരം. ഞങ്ങൾ UKGയിൽ പഠിക്കുന്ന ദേവജിൻ്റെ പാരൻസാണ്. അപ്പോൾ ഞങ്ങൾക്ക് ദേവജിൻ്റെ സ്കൂളിങ്ങിനെ കുറിച്ചും പറയുമ്പോൾ നല്ലൊരു അഭിപ്രായമാണ്. അപ്പോൾ ദേവജന് സ്കൂളിൽ പോകാനും പോയി പഠിക്കാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ വാശി പിടിക്കുകയോ അങ്ങനെയുള്ള ഒരു ഇതില്ല. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെ ഒപ്പം സ്റ്റഡീസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അവന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ LKG ടൈമിലെല്ലാം അവന് കുറച്ച് ക്ലാസ് നഷ്ടപ്പെടും ഇതെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ടീച്ചർമാരുടെ സപ്പോർട്ടും ഒക്കെ കാരണം അവനെ ആ ട്രാക്കിൽ സ്റ്റഡീസ് കൊണ്ടുപോകാനും എല്ലാം ഹെൽപ്ഫുള്ളായി. പിന്നെ ആ സമയത്ത് LKG സമയത്തെല്ലാം ഈ സ്റ്റഡി ടൂറും അങ്ങനെയുള്ള പരിപാടികളിലൂടെ നമുക്ക് സമൂഹത്തിലെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ എന്താണെന്നും അതിലേക്ക് തൊട്ടറിയാനും കണ്ടറിയാനും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായി അവന്. അതിലൂടെ അവൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ഒരു ഇൻഡിവിജ്വാലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ അവന് കഴിഞ്ഞു. അപ്പം അതെല്ലാം നമ്മളൊരു പോസിറ്റീവ് വൈബായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ കോവിഡ് പാൻഡമിക് ടൈമിലും കുട്ടികളെ ലൈവായി നിർത്തി സ്റ്റഡീസ് അതിൻ്റെ ഒപ്പം കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ എല്ലാം ശ്രമിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ചിന്മയിലുള്ള സ്റ്റഡീസ് വി ആർ ഹാപ്പി ആൻഡ് വി ആർ ഹാപ്പി ടു ബീങ് വിത്ത് ദം. ഇന്നത്തെ ചിന്താ വിഷയം: എല്ലാവരെയും നിശബ്ദമായി കേൾക്കുക, നല്ലത് സ്വീകരിക്കുക, അല്ലാത്തത് നിരസിക്കുക, മറക്കുക. ഇതാണ് ബുദ്ധിപരമായ ജീവിതം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭദിനം.